ഹലോ, എല്ലാവർക്കും ഈ ഡീപ്പ് ഡൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ശരിക്കും വളരെ രസകരമായ ഒരു റിപ്പോർട്ടാണ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ദൈവത്തെ എങ്ങനെ പരിചയപ്പെടുത്താം, അതും പേടിപ്പിക്കുന്ന രീതിയിലല്ലാതെ സ്നേഹത്തിലൂടെയും പിന്നെ അത്ഭുതങ്ങളിലൂടെയും. അപ്പോ കുട്ടികളുടെ ഭാഷയിൽ ദൈവത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള ചില വഴികൾ നമുക്കിതിൽ നിന്ന് കണ്ടെത്താം. ഓക്കെ, നമുക്കിതൊന്ന് പൊളിച്ചെടുക്കാം. അതെ, തീർച്ചയായും. ഇതിലെ പ്രധാന ആശയം തന്നെ ഈ ദൈവശാസ്ത്രപരമായ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ് കുട്ടികളെ കൺഫ്യൂഷനാക്കാതെ, അതായത് അവരുടെ മനഃശാസ്ത്രത്തിന് ചേർന്ന രീതിയിൽ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് അവതരിപ്പിക്കുക. കുട്ടികളുടെ ആ ഒരു സഹജമായ നന്മയില്ലേ, അതിനെ അംഗീകരിച്ചുകൊണ്ട് ദൈവം ഒരു സ്നേഹമുള്ളൊരു കൂട്ടുകാരനാണ് എന്ന ചിന്ത എങ്ങനെ വളർത്താമെന്ന് നോക്കാം. സ്നേഹമാണോ ഭയമാണോ ആദ്യം വേണ്ടത്? ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചല്ല, നല്ലയല്ല, മറിച്ച് ഏറ്റവും സ്നേഹിക്കുന്നവൻ, പിന്നെ കരുണയുള്ളവൻ എന്ന നിലയിലാണ് ദൈവത്തെ പരിചയപ്പെടുത്തേണ്ടതെന്ന് ഇത് വ്യക്തമായി പറയുന്നു. പ്രത്യേകിച്ച് ആ 7 വയസ്സുവരെയുള്ള കാലം. അത് കളിയുടെയും സ്നേഹത്തിന്റേതുമാണ്, നിയമങ്ങളുടെ അല്ല. ശരിയാണ്. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാല് ഇസ്ലാമിക കാഴ്ചപ്പാടും ആധുനിക ചൈൽഡ് സൈക്കോളജിയും ഒരുമിച്ച് വരുന്നത്. അതായത് ജീൻ പിയാജെയുടെയൊക്കെ തിയറി വെച്ച് നോക്കിയാല് ഈ പ്രായത്തിൽ കുട്ടികൾ ചിന്തിക്കുന്നത് അവർക്ക് കാണാനും തൊടാനും പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ദൈവം എല്ലായിടത്തുമുണ്ട് എന്ന ആ ഒരു വലിയ ആശയം പറയുന്നതിനേക്കാൾ ദൈവമുണ്ടാക്കിയ ഈ പൂവ് കണ്ടോ എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്നത്. അതെ, അവിടെയാണ് ഈ നിസാമി ഉസ്താദിന്റെ സ്റ്റൈല് ശരിക്കും രസകരമാവുന്നത്. പ്രാദേശിക ഭാഷ, ചെറിയ തമാശകൾ, പിന്നെ ആ ശബ്ദത്തിലെ ഒരു കയറ്റിറക്കം. അതെ അതെ, കുട്ടികളെ പിടിച്ചിരുത്തുന്ന ചോദ്യങ്ങളും. ഉദാഹരണത്തിന്, ആരാ മക്കളെ ഈ ആനയെ ഉണ്ടാക്കിയത്? നമ്മുടെ ഉപ്പയാണോ? അല്ല, പിന്നെ ആരാ? അതാണ് അല്ലാഹു. ആ ഒരു ചോദ്യം ചോദിക്കുന്ന രീതി തന്നെ എത്ര സിംപിളും പവർഫുള്ളുമാണ് അല്ലേ? തീർച്ചയായും. ആ ശൈലി കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. പക്ഷേ ഒരു സംശയം, എല്ലാ രക്ഷിതാക്കൾക്കും ഒരുപക്ഷേ അത്ര തമാശ പറഞ്ഞും ശബ്ദം മാറ്റിയുമൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോ അങ്ങനെയുള്ളവർക്ക് ഈ റിപ്പോർട്ടിൽ മറ്റെന്ത് വഴികളാണ് നിർദ്ദേശിക്കുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. അവിടെയാണ് റിപ്പോർട്ടിലെ അടുത്ത ഭാഗം പ്രസക്തമാകുന്നത്. ഈ ശൈലി വെറുതെ കേൾക്കാൻ മാത്രമല്ല, നമുക്ക് വീട്ടിൽ കുട്ടികളുമായി കളിക്കാനും ഉപയോഗിക്കാം. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐഡിയ ആ ആരുണ്ടാക്കി കളിയില്ലേ? അത് കൊള്ളാം. അതെ, കാര മനുഷ്യനുണ്ടാക്കി, പക്ഷെ ഈ പൂവാരാ ഉണ്ടാക്കിയത്? ഇതിന് ബാറ്ററി ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോ ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ അവരെ നയിക്കുകയല്ല, അവർ സ്വയം കണ്ടെത്തുകയാണ്. എക്സാക്ട്ലി. അതാണ് അതിലെ ഒരു സൈക്കോളജി. നിങ്ങളൊരു ക്ലാസ് എടുക്കുകയല്ല, മറിച്ച് കുട്ടിയുടെ ആ ഒരു സ്വാഭാവികമായ ജിജ്ഞാസയെ ഒരു പഠനാനുഭവമാക്കി മാറ്റുകയാണ്. അതോടൊപ്പം കഥകളുടെ പ്രാധാന്യവും വരുന്നുണ്ട്. റിപ്പോർട്ടിൽ പറയുന്ന പോലെ നൂഹ് നബിയുടെ കപ്പലിന്റെ കഥ. ഓ അതെ, ആ മരം വെട്ടുന്നതിന്റെ ടുക് ടുക് എന്ന ശബ്ദമനുകരിക്കുന്നതും മൃഗങ്ങളെല്ലാം ഇങ്ങനെ വരിവരിയായി കപ്പലിൽ കയറുന്നതും ഒരു സിനിമ കാണുന്ന പോലെ കുട്ടികളുടെ മനസ്സിൽ അത് പതിയുന്നു. ശരിയാണ്. പിന്നെ കുട്ടികളുടെ ആ വലിയ ചോദ്യങ്ങളില്ലേ, അല്ലാഹു എവിടെയാണ്? ആ ചോദ്യത്തിന് റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്ന ഉത്തരം കണ്ടപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. നമ്മൾ മുതിർന്നവർ പോലും ചിലപ്പോൾ കുഴങ്ങിപ്പോകുന്ന ഒരു ചോദ്യമാണിത്. ശരിയാണ്. സൂര്യൻ ആകാശത്താണെങ്കിലും അതിന്റെ വെളിച്ചവും ചൂടും നമ്മളിലേക്ക് എത്തുന്നില്ലേ? അതുപോലെയാണ് അല്ലാഹു നമ്മളെ കാണുന്നതും കേൾക്കുന്നതും. എത്ര മനോഹരമായൊരു ഉദാഹരണമാണത്. അതുപോലെ തന്നെയാണ് മറ്റേ ചോദ്യവും, അല്ലാഹുവിനെ ആരുണ്ടാക്കി? അതിനുള്ള മറുപടിയും വളരെ ലളിതമാണ്. ഒരു ട്രെയിനിന് ഒരുപാട് ബോഗികളുണ്ടാകാം, പക്ഷേ അതിനെല്ലാം വലിക്കുന്നത് ഒരൊറ്റ എഞ്ചിനാണ്. അതെ, ആ എഞ്ചിൻ സ്വയം ഓടുന്നു. അതുപോലെ എല്ലാറ്റിന്റെയും തുടക്കം അല്ലാഹുവാണ്. അവനൊരു തുടക്കം ആവശ്യമില്ല. ഇത് കുട്ടികളുടെ ആ ചിന്താശേഷിയെ മാനിച്ചുകൊണ്ടുള്ളൊരു സമീപനമാണ്. അപ്പോ ഈ ഒരു ഡീപ്പ് ഡൈവിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രധാന ആശയം ഇതാണ്: കുട്ടികളോട് ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ വെറുതെ അറിവ് പകർന്നു നൽകുന്നതിനപ്പുറം ഒരു സ്നേഹബന്ധം ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. തമാശയും കഥകളും കളികളും നമ്മുടെ ചുറ്റുമുള്ള ഉദാഹരണങ്ങളും ഉപയോഗിച്ച് ദൈവത്തെ അവരുടെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരനായി മാറ്റുക. ഈ റിപ്പോർട്ട് അവസാനിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണത്തോടെയാണ്. അതായത്, നിങ്ങളുടെ കുട്ടി ഒരു പൂവിനെ നോക്കി തനിയെ സുബ്ഹാനല്ലാ എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രമം വിജയിച്ചു എന്ന് പറയാം. അതെ, അതുകൊണ്ട് നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവയ്ക്കുന്നു. നിങ്ങളുടെ കുട്ടിയുടെ മനസ്സിൽ ഈ അത്ഭുതബോധം ഉണർത്താൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്കുപയോഗിക്കാൻ കഴിയുന്ന ആ പൂവ് എന്തായിരിക്കും? ഒരുപക്ഷേ അത് ജനലിലൂടെ കാണുന്ന ആകാശമാകാം,
ഒരു മഴത്തുള്ളിയാകാം. അല്ലെങ്കിൽ നിലത്തൂടെ പോകുന്ന ഒരു ചെറിയ ഉറുമ്പ് പോലുമാകാം.